കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിഡിലെ ഐറ്റം ആട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരു വൈറൽ ഡെസേർട്ടാണ്. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഞാൻ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് എന്ന്. ഒരു സെലിബ്രിറ്റിയുടെ റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ആളെ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ 2 നേന്ത്രപ്പഴം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴം 8 പീസായിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് ഓരോന്നായിട്ട് വെച്ചിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. എല്ലാവരും കൊടുക്കുന്ന ഹൈപ്പിൻ്റെ അത്ര പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് വാട്ടിയെടുക്കാം. അങ്ങനെ സെക്കൻഡ് ബാച്ചും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം ആ ഒരു സെയിം പാനിൽ തന്നെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സെലിബ്രിറ്റി അതിൽ റമ്മ് ചേർക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് പറ്റാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ മിക്സാക്കി എടുത്താൽ ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ എല്ലാം അങ്ങ് പ്ലേറ്റിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വാനില ഐസ്ക്രീം ആട്ടോ വേണ്ടത്. ഞാൻ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കുക കേട്ടോ. വലിയ പ്രതീക്ഷ ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എനിക്ക് മാത്രമല്ല, ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഉണ്ടാക്കിക്കൂടായിരുന്നോ എന്നാട്ടോ അവർ ചോദിച്ചത്. ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.